ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ടോം സോയറിൻ്റെ സാഹസങ്ങൾ പാർട്ട് 3 ആണ്. പാർട്ട് 2 കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ടോം പള്ളിയിൽ എത്തി. കൂട്ടുകാരെ കൊണ്ട് മതിലിനു വെള്ളയടിപ്പിച്ച വകയിൽ കിട്ടിയ ചില സാധനങ്ങൾ അവൻ അവിടെ കൈമാറ്റം നടത്തി. അതിനു പകരമായി പല നിറത്തിലുള്ള ടിക്കറ്റുകൾ അവനു കിട്ടി. വേദവാക്യം കാണാപ്പാഠം പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന സമ്മാനമാണ് ടിക്കറ്റ്. 2 വാക്യങ്ങൾ മനഃപ്പാഠമാക്കിയാൽ ഒരു നീല ടിക്കറ്റ് കിട്ടും. 10 നീല ടിക്കറ്റ് ഒരു ചുവന്ന ടിക്കറ്റിന് തുല്യം. 10 ചുവന്ന ടിക്കറ്റ് ആവുമ്പോൾ ഒരു മഞ്ഞ ടിക്കറ്റ് കിട്ടും. 10 മഞ്ഞ ടിക്കറ്റ് നേടുന്ന കുട്ടിക്ക് ഒരു ബൈബിൾ ആണ് സമ്മാനം. യഥാസമയം സൂപ്രണ്ട് മിസ്റ്റർ വാൾട്ടേഴ്സ് പ്രസംഗപീഠത്തിനു മുന്നിൽ വന്നു നിന്നു. തുറക്കാത്ത പ്രാർത്ഥനാ പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ട്. പതിവുള്ള സൺഡേ സ്കൂൾ ശബ്ദത്തിൽ അദ്ദേഹം ഒരു ലഘു പ്രസംഗം നടത്തി. അതിനൊരു പ്രത്യേക ഈണമുണ്ടായിരുന്നു. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഈ ഈണം ഉണ്ടാവാറില്ല. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സന്ദർശകർ അവിടേക്ക് കടന്നു വന്നു. ജഡ്ജി താച്ചറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമായിരുന്നു ആ അതിഥികൾ. ടോമിനു സന്തോഷമായി. അവൻ്റെ നേരെ പൂവറിഞ്ഞ പെൺകുട്ടിയായിരുന്നു അത്. സൂപ്രണ്ട് സന്ദർശകരെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥാനങ്ങളിൽ ഉപചാരപൂർവം ഇരുത്തി. പ്രസംഗം തീർന്നയുടൻ അദ്ദേഹം അവരെ സദസ്സിനു പരിചയപ്പെടുത്തി. തുടർന്നാണ് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ടോമിന് അന്നേ ദിവസം ഒരു ബൈബിൾ സമ്മാനമായി കിട്ടി. കാരണം അവൻ്റെ കയ്യിൽ 9 മഞ്ഞ ടിക്കറ്റും 9 ചുവന്ന ടിക്കറ്റും 10 നീല ടിക്കറ്റും ഉണ്ടായിരുന്നു. 10 നീല ടിക്കറ്റ് ഒരു ചുവപ്പു ടിക്കറ്റിന് തുല്യവും 10 ചുവപ്പു ടിക്കറ്റ് ഒരു മഞ്ഞ ടിക്കറ്റിന് തുല്യവും ആയിരുന്നല്ലോ. മറ്റു കുട്ടികൾക്ക് ടോമിനോട് അസൂയ തോന്നി. മിസ്റ്റർ വാൾട്ടേഴ്സ് ടോമിനെ ജഡ്ജിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവന് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. ജഡ്ജി ടോമിൻ്റെ തലയിൽ കൈവച്ചിട്ട് അവനെ മാന്യനായ കൊച്ചു മനുഷ്യാ എന്ന് വിളിച്ചു. എന്നിട്ട് അവൻ്റെ പേര് ചോദിച്ചു. കുട്ടി വിക്കിയും കിതച്ചും കൊണ്ട് ഇത്രയും പറഞ്ഞൊപ്പിച്ചു. ടോം. ഓ അല്ലല്ല, അതല്ല, അത് തോമസ്. ഓ അങ്ങനെയാണോ? എന്നാൽ നിനക്ക് ഒരു പേര് കൂടെ ഉണ്ട്. അതും നീ എന്നോട് പറയും അല്ലേ? നിന്റെ മുഴുവൻ പേര് പറയൂ. തോമസ്. മിസ്റ്റർ വാൾട്ടേഴ്സ് ഇടയിൽ കയറി. സർ എന്നു ചേർത്തേ പറയാവൂ. ആചാരമര്യാദകൾ നീ മറന്നു പോകരുത്. തോമസ് സോയർ സർ. അതു ശരി. മിടുക്കൻ. മിടുമിടുക്കൻ, ജഡ്ജി അഭിനന്ദിച്ചു. പിന്നീട് എന്തൊക്കെയോ പറഞ്ഞതിനു ശേഷം ജഡ്ജി ചോദിച്ചു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ നിനക്കറിയാം, യാതൊരു സംശയവുമില്ല. എന്നാൽ യേശുവിൻ്റെ ആദ്യത്തെ 2 ശിഷ്യന്മാരുടെ പേരുകൾ എന്താണെന്ന് പറയാമോ? ആ ചോദ്യം കേട്ട് അമ്പരന്നു പോയ ടോം കുപ്പായക്കുടുക്കിൽ തെരുപ്പിടിച്ചുകൊണ്ട് മിഴിച്ചു നോക്കി. പറഞ്ഞോളൂ തോമസ്, എന്തിനാ പേടിക്കുന്നത്? അതു കേട്ടിട്ടും അവൻ നിശ്ചലനായി നിന്നതേയുള്ളൂ. ടോം നല്ല മിടുക്കനാണല്ലോ, ജഡ്ജിയുടെ ഭാര്യ അനുനയിപ്പിക്കും പോലെ പറഞ്ഞു. എനിക്കറിയാമല്ലോ അവൻ പറയുമെന്ന്. ആ പറഞ്ഞേ. ആദ്യത്തെ 2 ശിഷ്യന്മാരാണ്, ദാവീദും ഗോലിയാത്തും. തുടർന്നുണ്ടായ രംഗങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പള്ളി പിരിഞ്ഞ് ടോം വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് പോയത്.